കാലത്തിച്ചാ അടുത്ത ആഴ്ച ലേലെല്ലാം ഉറപ്പിച്ചിട്ടുള്ളല്ലേ? ഈ പ്രാവശ്യമെങ്കിലും കളി നടക്കുവോ? അല്ല എത്ര ടൈം മുടങ്ങുന്ന അതിനോണ്ട് ചോദിച്ചേ. അതിനിന്റെ ഇപ്പൊ കൈ പണിച്ചിട്ടുള്ളല്ലേ? ഇനിയിപ്പോ ഇത് ശരിയാവോ? ഇത് ശരിയായി, ഒരാഴ്ചനുള്ളിൽ കൈ ശരിയാവും. പോരപ്പാ, ഒരു മാസം റെസ്റ്റ് എടുക്കണം അല്ലടാ? ഒരു മാസം റെസ്റ്റ് എടുക്കണം. അതന്നെ. ഇന്ന് പോയിട്ട് ഞാണ്ട് കളിക്ക്. എന്തിനാക്കിയത്? പരിക്ക് പരിക്ക് എന്ത് പരിക്കുന്നു? എന്തിനെ ഇഞ്ചുറിന്റെ ബ്രാൻഡ് അംബാസിഡർ ഭ്രാന്ത് പിടിച്ച് കളി നല്ല മജയായിക്കൊണ്ടിരുന്നുണ്ടായിരുന്നു. എടാ നമ്മളെ ബാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ ഹോസ്പിറ്റലിലേക്ക്? നമ്മളെ ബാറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു 3 ഓവറിന്റെ കളി കൂടെ കഴിഞ്ഞിട്ട് പോ ഹോസ്പിറ്റലില്. അല്ല പിന്നെ 4 ഓവർ എടുക്കണം. എടാ എന്റെ കരഞ്ഞോണ്ടിക്ക് എനിക്ക് നേരാക്കാൻ. ഭ്രാന്ത് പിടിച്ചു മതി കൂക്കിയത്. ഞാൻ നോക്കട്ടെ, ഞാൻ നോക്കുന്നു ചങ്ങായി ഭ്രാന്ത് നോക്കുന്നു. കൈതാ ഇത്ര അമ്മി വൈദ്യരാ കൾച്ചറാലോ. എന്റെ മാമാന്റെ കാലം ഒളിഞ്ഞിട്ടുണ്ടോ? ഒന്ന് ശരിയാക്കി തരുമോ? കാര്യം 12 കൊല്ലായി നമുക്ക് ബോളിട്ടാണ്ട് 12 കൊല്ലായി. ഇതിന്റെ അടുക്കല്ലേ എട്ടിയേ? അപ്പൊ ഞാൻ പോണില്ലേ? ഇനി ഫീൽഡിലേക്ക് പോ. കൊറേ സമയം പോയി ഭ്രാന്തോന്റെ ഒരു പരിക്കും. ബ്രോ നീ ഇടാ എന്നെ കളിക്കൂട്ടിയോറ കൂട്ടോ എന്തിന് കളിക്കാന്? പിന്നെന്തിന്? ഒരിക്കൽ മുണ്ടാണ്ട് കിച്ച നിങ്ങൾ ബാസാൻ കാലത്ത് നേരെ കളിക്കോ? അമ്മേ അയാൾ കളിച്ചോട്ടാ, നിങ്ങൾക്ക് എടുത്തോ. അങ്ങനെ ഭ്രാന്ത് പോയി. ഉപ്പ കളിച്ചോട്ട്. ഉപ്പ ആരുപ്പ? ആരെങ്കിട്ട് ഉപ്പ മുണ്ടാണ്ട് എന്തിച്ച ഞാൻ ഇന്നത്തെ 3ാമത്തെ കളി ഞാൻ കീഴ്ത്തോളം വരട്ടി. അല്ല പോനെ ഒരിക്കൽ നീ എന്തിനു ഇപ്പൊ പിടിച്ചിട്ട് എന്താവാനുള്ളത്? ഈറ്റിങ്ങൽ ഗ്രൂപ്പിൽ മഞ്ഞത്തലിട്ട് കളിയാക്കിച്ച എന്ത് മഞ്ഞത്തണ്ണീന്ന് ഇപ്പൊ തരാം. എല്ലാക്കിയ നീ തന്നെ. നീ നിങ്ങളുടെ ടീമിലോട്ട് നിങ്ങൾ പേര് കൊടുക്കും. നീ എന്ത് പറയുന്നേ? കളിക്കട്ടെ മോനെ. നിങ്ങൾ പണ്ട് കുറെ കളിച്ചല്ലേ? ഒരിക്കൽ കളിക്കട്ടെ. എന്റെ കളി നീ നോക്ക്. താരാ ഞാൻ ഔട്ടായിട്ട് അടുത്ത് നിന്ന് പിടിച്ചോ. നീ ഔട്ടായിട്ട് ആയിക്കോട്ടെ. നീ ഈലെന്നെ ഔട്ടായി പോട്ടെ. മോനെ ഒരു കടി കളിച്ചിട്ട് തരാ. കൊല്ലം കൊറേ ബാറ്റ് ഒന്ന് കൊടുക്കറാ. ഉപ്പ പിടിക്കട്ടെ. നീ വിടുമോനെ. അമ്മ പറഞ്ഞൊരിക്കോട് കൊടുക്കടാ. അപ്പൊ കൊറേ കൊല്ലായല്ലോ. ഇത്ര കാലം പിടിച്ചിട്ട് മോനെ ഞാൻ ജയിപ്പിക്കരാ. നിങ്ങൾ ജയിപ്പിക്കുന്നു. ഒരിക്കൽ കാണുമ്പോഴേ ചൊട്ടിക്കാണ്ട് മോനെ ആ ബോളൊക്കെ ഇട്ട എന്തിച്ചാ തുള്ളുന്നല്ലോ. എന്ത് ചെയ്ത് അങ്ങനെ ഉണ്ടറിയ? നിങ്ങൾക്ക് പ്രാന്തണ്ട? പിരാന്ത എന്ത്? ഞാൻ ബോൾ എറിഞ്ഞതാ. ആടുന്ന് ഇങ്ങോട്ട് എറിയാങ്കിൽ അങ്ങോട്ട് എറിഞ്ഞൂടാത്തെ. നിയമം പഠിച്ചിട്ട് വേടാ കളിക്കാൻ. എന്റെ അമ്മച്ചാ സമ്മതിച്ച്. നിങ്ങൾക്ക് ഇത്രയെല്ലാം കൂടിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാ. നേരായല്ലോ, കൈ നേരായി. നമ്പരം പോയി. ഇനിയിപ്പോ ഭയങ്കര മജല്ലോ. അമ്മേ എന്തായി ഊട്ടിയിലുണ്ടോലു? അത് നേരനെ ഞാൻ അന്വേഷിച്ചു. ഊട്ടിയിലടെ കുടിക്കിട്ടുണ്ട്.
നമുക്കൊന്ന് പൊക്കിങ്ക പൊക്ക എങ്ങനെ? നമുക്ക് നേരെ ഊട്ടിക്കൂടാ. നമുക്കൊരു ടൂർ പോയി ഓരോ പൊക്കി നോക്കി പോയി. നല്ല ഐഡിയ തന്നെ. നോക്കാം, നമുക്കൊന്ന് ആലോചിക്കാം. ആ മീഡോക്കറോ ഞാൻ നേരത്തെ നോക്കുന്നുണ്ട്. നമ്മളെ ഇമത്തിന്റെ സ്റ്റാറ്റസ് നോക്കറോ. ഓൻ ചെമ്പരിക്ക ബീച്ച് അല്ലേ ഇത്? ആ ചെമ്പരിക്ക് ഇഷ്ടത് വിളിക്കറ, നീ വിളിക്കറ നോക്കാല. എന്താക്കുന്നട കൈസ് വേണ്ട ആകർഷം ഉണ്ടാവില്ല. ഹലോ, നീ ഏട്ടല്ലേ? ഞാൻ ചെമ്പരിക്ക ബീച്ചിലുണ്ട്. ഇവിടെ ഭയങ്കര മജറ. ഇവിടെ ഇപ്പൊ സൂപ്പർ ഒരു ഹോട്ടലെല്ലാം തുടങ്ങിയിട്ട് ഭയങ്കര ആളും പക്ക. ഞാൻ അമ്മ അങ്ങോട്ട് ഇരുന്ന് നീ അടക്ക്. എന്താ അമ്മി അടോക്കെ ബീച്ച് പേ വില്ലേജ്. നിനക്കിപ്പോ ഇതെല്ലാം അറിയുന്നത്. ഇവിടെ ഫുള്ള് മാറിണ്ടാ. ഇവിടെ നല്ല മജായി. അവിടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. എന്തിനാ അമ്മി പറഞ്ഞു കൊടുത്തിട്ടാ? ലൈഫ് ഫിഷ്. ആ ലൈഫ് ഫിഷ് നിറച്ചെങ്കിൽ നമുക്ക് തിന്നാൻ കഴിയോ? എന്തോന്നത്? അത് ജീവനുള്ള ഫിഷ് അല്ലേ? ചടി വെച്ചുകൊണ്ടല്ലോ ജീവനുള്ള ബോളാ. പിന്നെ തട തോണിയുണ്ട. തോണി ആ തോണിയിൽ പോയിട്ട് മീൻ പിടിച്ചോണ്ട് വരുന്ന ആളെന്നല്ലേ മേങ്ങിട്ട് ഫ്രൈ ആക്കി തരുന്നത് ഫ്രഷ്. തോണിയിൽ പോയിട്ടാ? ഇവിടെ കല്ലുമ്മക്കായി തവാന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. ഭയങ്കര ഇറ്റല്ലേ? എല്ലാ ചങ്സിലും വന്നിട്ട് തോന്നുന്നു. ഇങ്ങനെല്ലാം ഉണ്ടാ നമ്മളെ നാട്ടില് കാസർഗോഡ്. അവിടെ വേറെന്തെല്ലാം ഉണ്ടെന്ന് അറിയാം. കാണിച്ചരാ ബീച്ച് ബേ. അതാടെ ഹട്ട് ഉണ്ടല്ലേ? അട്ടുവാ മോങ്കുറിഞ്ഞ് ഹട്ട്. ആ ഹട്ടിലുണ്ടല്ലോ പുള്ളമാരല്ലി ബർത്ത്ഡേ പാർട്ടി, പിന്നെ എൻഗേജ്മെന്റ് പാർട്ടി, അതെല്ലാം ഇങ്ങനെ നല്ല കടലെല്ലാം കണ്ട് നല്ല മജയിൽ അവിടെ നടത്താൻ പറ്റും. കണ്ട പുള്ള കളിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു മജ തന്നെയല്ലേ? അതിന്റെ മുകളിൽ ഇരുന്നിട്ട് കട നോക്കിട്ട് തോന്നാം. ആ ചങ്ങനെ എനിക്ക് പരിചയല്ലേ? ആ പരിചയമുണ്ട്. ഏയ് എതിരാ നീയും തിക്കില്ലേ? അതെല്ലാം ഒന്ന് കാണിച്ചു കൊടുക്ക. ഞാൻ ഇപ്പൊ വരുമ്പോ തോണിയിലോട് ഇരുട്ടേച്ചതാ. ഇതൊരു ഫ്രഷ് മീൻ. എടുക്കറോ യപ്പ 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 യപ്പ. അപ്പൊ ഞാൻ എന്തു തന്നെ അമ്മയോട് ചോദിച്ചിട്ടാ. ഇങ്ങനെ എന്താക്കുന്നേന്ന് പട്ടാപ്പൊക്കെ കള്ളന്മാർ ഇങ്ങനെ കക്കാൻ തുടങ്ങിയാല് മനുഷ്യന്മാർ ജീവിക്കുന്ന അതന്നെ ഞാൻ കണ്ടിരുന്ന ഉറപ്പ് പോന്നെ. ഞാൻ വിചാരിച്ച ഒറിജിനൽ പോലീസ്. എന്ത് കാണിച്ചാ ഭയങ്കര സംഭവല്ലോ. പോലീസിന്റെ വേഷത്തിൽ വന്നിട്ട് പൊന്നുള്ളി ചക്കാക്കുന്ന ഉള്ളിൽ കയറിയിട്ട് നീ തേറെ പോരാട്ടം കൊടുത്താച്ചിട്ടേ ആ 5 ലക്ഷം ഉറുപ്പിക കൊണ്ട് പോയിനോലോ. അതന്നെന്ന്. അപ്പൊ ആരാടെ ഉണ്ടായിപ്പോ? നിസാറിന്റെ ഓള് മാത്ര ഉമ്മ ഉണ്ടായിട്ടാടെ. ഉമ്മ ഉണ്ടായതിനെ കള്ളന്മാരെ ചവിട്ടി കൂട്ടട്ടീനു. അങ്ങനത്തെ ഉമ്മ അത്. എന്ത്ര മറ്റുള്ള ആൾക്കാർ കുറവ് പറയുന്നത് അത്ര നല്ല സ്വഭാവമല്ലേ? കുറവ് പറഞ്ഞതാ? കൂടുതലല്ല പറഞ്ഞത്. എന്ത് കൂടുതൽ? കൂടുതലല്ലേ? മോളെ, പോലീസ് അന്വേഷണം നടത്തുന്നല്ലേ, നീ ബേജാറൊന്നും ആക്കണ്ട, കിട്ടും മോളെ, നീ പേടിക്കാതിരിക്കും. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. കഥയല്ല ഞാൻ അറിഞ്ഞു മോളെ. എന്താ അവസ്ഥയല്ലേ? അല്ല മോളെ, ഓർ വന്നിട്ടാവുന്ന എനിക്ക് ഡൗട്ടൊന്നും ഉണ്ടായിട്ടില്ലേ? കഴിഞ്ഞ സംഭവം എല്ലാം പറഞ്ഞു മോളെ, എല്ലാം പറഞ്ഞു കൊടുക്കും മോളെ. ഒരു 5-6 ആളുണ്ടായിന്. എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടീന് ഇവിടെ ചെക്കാക്കണമെന്ന്. ഞാൻ പേർക്ക് കയറണ്ടാന്ന് പറഞ്ഞീന്. ഞാൻ പറഞ്ഞേക്കാണ്ട് ഓറ് മീത്ത് കയറി ചെക്കാക്കി. ഓറ് പോയിട്ടാകുമ്പോ എനിക്ക് പൈസന്റെ ഓർമ്മ വന്നത്. ഞാൻ വേഗം പോയിട്ട് നോക്കുമ്പോ അവിടെ പൈസ ഇല്ല. ഭയങ്കര ബേജാറന്നെപ്പാ ഇങ്ങനെയുള്ള പൈസ എല്ലാം പോകുമ്പോ. അതന്നെയാണ് ദുബൈയിൽ നിന്ന് ചോര നീരാക്കിണ്ടാക്കിയ പൈസ അല്ലേ? പോകുമ്പോ ബേജാറന്നെ. അതിനൊക്കെ എന്ത് പാവം, അതിനെല്ലാം വിശ്വസിക്കാൻ പറ്റും. ഇപ്പൊ ഇനെ നമ്പിറാൻ കഴിയല. ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ഞാനോ? അപ്പൊ നിങ്ങൾ ഒറിജിനലാ? നിന്നെ പറഞ്ഞല്ലപ്പാ, ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലേ. ആരിപ്പോയത്? ഇബ്രു അല്ലോ. ഒരു മിനിറ്റ്. കാലത്തുച്ചാ നിങ്ങളല്ലേ ഇവിടെ പോലീസ് അറിഞ്ഞിട്ട് കുറെ ആൾ വന്നിട്ടുണ്ട്. ഡ്രൈവറു ഇവിടെ നിങ്ങളെ പറഞ്ഞിട്ട് തന്നെ നിങ്ങ ബേ വന്നേ. ആരത്? അമ്മ ഓറ് പോലീസ് പോലീസ് നിങ്ങ ബേ ബാന്നിരിക്കോ? ആ ഞാൻ ഇപ്പൊ വരുന്നു. ആരിപ്പോ ഇതല്ലോ പോലീസ് തന്നെ ആയിട്ടുണ്ടാവോ? ഇന്നലെ കർണാടക വാദ്യങ്ങളുണ്ടായിരുന്നല്ലോ, റൗണ്ട് അടിക്കുന്നുണ്ടായിരുന്നല്ലോ, ഇല്ലേ? ഇല്ല സാർ, ഇല്ല 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 ഇല്ല. നിങ്ങൾ 2-3 പ്രാവശ്യം അവർ കൂടെ കണ്ടിട്ടുണ്ടല്ലോ. ആ നിങ്ങളെ തന്നെ? ഇല്ല സാർ, ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല സാർ, ഞാനില്ല സാർ, ഇല്ല. സത്യം പറ. ഇല്ല സാർ, സത്യമില്ല സാർ. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടും.
അതല്ലെങ്കിൽ രണ്ടുപേർക്കും നല്ല 8ന്റെ പണി കിട്ടും. അതിന്റെ ആവശ്യം ഇവരെച്ചാ പാഞ്ഞോണ്ടിരുന്നുണ്ടല്ലോ. പാഞ്ഞോണ്ട് വരുന്നത് കാലിതോ അത് പോലീസ് തന്നെയാടാ. പോലീസ് പറഞ്ഞാ കണ്ട പെരങ്ങുന്നുണ്ട് ഒരു കള്ളന്മാരനെ. അതെന്നേന്ന് ഞമ്മക്ക് 2.5 കൊടുത്തിട്ട് പയ്യെത്തീരാ പാന്ന്. പോന്നേ അത് ഒറിജിനൽ പോലീസ് എങ്കിലും പങ്കല കിട്ടുവാടുന്നു. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനത്തെ പോലീസല്ലേ പാങ്ങൽ കിട്ടും. ഇത് വാർത്ത സാറന്മാരെ മനസ്സിലായിട്ടാലപ്പാ ആരിപ്പാ? CI സിദ്ധാർത്ഥ്. നമ്മളെ സ്റ്റേഷനിലെ ചെയ്യല്ല, നമ്മളെ സ്റ്റേഷനിലെ ചെയ്യാൻ കുറയും. നമുക്കുള്ള പരിചയമുണ്ട്, നല്ല ക്ലോസറോ. ഞങ്ങളെ സ്റ്റേഷനിലെ പോലീസുകാരിൽ ഞങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവോ? നിങ്ങൾ പോലീസ് തന്നെയാന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. സംശയമല്ല, ഉറപ്പന്നെ. എന്ത് പോലീസല്ലാന്ന് പറ്റ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജന്മാരിറക്കുന്ന സമയം ഇപ്പോൾ. മുന്നോട്ട് പോകാല്ലേ? പോകാലോ, നോക്കാലോ. എന്തിന്റെ ഇത്? ആന്നൂലപ്പോ അത് ഞങ്ങ ഇങ്ങനെ ജോറെല്ലാം കാണാൻ വേണ്ടിട്ട് അല്ലേ? എൻ്റെ മോളാർന്ന് കട്ട തീറ്റിങ്ങനായിരിക്കും. ആയിട്ടുണ്ടാവില്ലേ? ചിലപ്പോ ആയിരിക്കും. ഏത് മോളാർന്ന്? എത്ര പൈസ? ആ പൈസ ഇയാൾ കൊടുക്കുവോ? എന്റെ മോളെ പറയുന്നു കട്ട പൈസ താടാ കള്ള. പോലീസുകാരുടെ വേഷത്തില് വ്യാജന്മാർ കളവ് നടത്തുന്ന കുറച്ച് കൂടുതലായിട്ടുണ്ട്. എന്ന് വെച്ച് പോലീസുകാരെ കള്ളാന്ന് വിളിച്ചാലേ ഇങ്ങനെ നല്ല അടിയൊക്കെ കിട്ടില്ല മുമ്പിലാണേ. ആദ്യം കാര്യങ്ങൾ ശരിക്കും പഠിക്കണം, എന്നിട്ട് പെരുമാറണം. ഞങ്ങൾ കാര്യങ്ങൾ ശരിക്കും പഠിച്ചു മാത്രമേ പെരുമാറാറുള്ളൂ. അതാണ് ഞങ്ങൾ പോലീസുകാരും നിങ്ങൾ കള്ളന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ എവിടുന്നാണ് വരുന്നത് നിങ്ങൾ ചോദിച്ചോ? ഞങ്ങൾ ഏത് കേസ് അന്വേഷിച്ചാ വന്നത് നിങ്ങൾ ചോദിച്ചോ? ഇല്ല. ശരി, കാര്യങ്ങൾ ഞാൻ തന്നെ പറയാം. ഞങ്ങളിപ്പോൾ കുറച്ച് വാഹന മോഷ്ടാക്കളുടെ പിറകെയാണ്. നിങ്ങൾ കണ്ടം ബ്രദേഴ്സ് അതിൽ ഇൻവോൾവഡ് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണം ഇവിടെ വരെ എത്തിയത്. പക്ഷേ കൂടുതൽ അന്വേഷിക്കാതെ ഏകദേശ കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. അമ്മി നിന്നെ വിളിക്കുന്നേ എന്നല്ല നിന്നെ നിന്നെ തന്നെ വാ. എന്നെ വിളിക്കുന്നേ നിന്റെ പേരെന്നടാ? ഇംതിയാസ്. നവംബർ 16-ാം തീയതി ചെമ്മനാട് ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്ത് നീ ഉണ്ടായിരുന്നില്ലേ? ഇല്ല സർ, ഞങ്ങളുടെ കളിക്കൊന്നും പോയിട്ടാ. നീ ആരാ? നിന്റെ പേരെന്താ? അമ്മി. അമ്മയോട് ഞാൻ ചോദിച്ചോ? ചെമ്മനാട് രാത്രി ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തു നിന്നും ഒരു കാറും 3 ബൈക്കും മോഷണം പോയിട്ടുണ്ട്. സ്ഥിരമായി രാത്രി കളികൾ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാർ, എൻ്റെ പേര് കാൽദു. ഞാൻ ഈ ജോറ ക്ലബിന്റെ പ്രസിഡന്റാണ്. ഞാൻ അറിയാതെ ജോറഗേഡിയും കളിക്ക് പോയില്ല. 16-ാം തീയതി ചെമ്മനാടേക്ക് ഒരു തീരെ പോയിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ് അല്ലേ? ശരി, നിങ്ങൾ കളിക്ക് പോയിട്ടില്ല, കണ്ടം ബ്രദേഴ്സ് കളിക്ക് പോയിട്ടില്ല. പക്ഷെ ഇംതിയാസിനോട് ചോദിച്ചേ, ഇവൻ പോയിട്ടില്ലേന്ന്? ഇല്ലടാ, പറയടാ, നീ പോയിട്ടില്ലേ? ഹെഡ്ലൈറ്റിന് സ്റ്റാർ ഡിസൈൻ ചെയ്തിട്ടുള്ള പറ ചെയ്തിട്ടുള്ള ബ്ലാക്ക് 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 സ്വിഫ്റ്റ് കാർ. ബ്ലാക്ക് സ്വിഫ്റ്റ് കാർ. അപ്പൊ ഇവനാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ?